നമസ്കാരം. എന്റെ പേര് ഹരീന്ദ്രനാഥ് നീലേടൻ നമ്പൂതിരി. ഞാനിപ്പോൾ നിൽക്കുന്നത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലാണ്. ഇവിടെ ചരിത്രപ്രസിദ്ധമായ വൈക്കത്തഷ്ടമി ഇന്നാണ്. പ്രഭാതത്തിൽ ദക്ഷിണാമൂർത്തിയായും മധ്യാഹ്നത്തിൽ കിരാതമൂർത്തിയായും സായന്തനങ്ങളിൽ ശ്രീ പാർവതീ സമേതനായും വിളങ്ങുന്ന ശ്രീ പരമേശ്വരൻ തന്റെ ഭക്തനായ വ്യാഘ്രപാദ മഹർഷിക്ക് പാർവതീ സമേതനായി ദർശനം നൽകിയ പുണ്യദിനം. അതാണ് വൈക്കത്തഷ്ടമി. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ദിവസം നമ്മുടെ അഷ്ടമി എന്ന് പറയുന്നത് തന്നെ, മറ്റ് ക്ഷേത്രങ്ങളിൽ ആ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഒരു നാള് അല്ലെങ്കിൽ പക്കം അല്ലെങ്കിൽ ദിവസം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. ഇവിടെ ഭഗവാൻ തന്റെ ഒരു ഭക്തന് ദർശനം നൽകിയ ഒരു ദിവസം തന്നെ ആ ക്ഷേത്രത്തിലെ പ്രധാന ആട്ടവിശേഷമായി ആചരിക്കുന്ന ഏക ക്ഷേത്രവും വൈക്കം മഹാദേവ ക്ഷേത്രം തന്നെയാണ്. ഖരമഹർഷി പ്രതിഷ്ഠിച്ചതാണ് ഈ ശിവലിംഗം. 3 ക്ഷേത്രങ്ങളിലാണ് ഈ ഖരമഹർഷി ഒരേ ദിവസം തന്നെ പ്രതിഷ്ഠ നടത്തിയത്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലും കുറച്ചപ്പുറം ഒരു 20 കിലോമീറ്റർ അടുത്ത് കടുത്തുരുത്തി എന്ന സ്ഥലത്തും പിന്നെ ഏറ്റുമാനൂർ, ഈ 3 ക്ഷേത്രങ്ങളിൽ ഖരമഹർഷിയാണ് പ്രതിഷ്ഠ നടത്തിയത്. ഈ 3 ക്ഷേത്രങ്ങളിലും ഒരു ദിവസം തന്നെ ദർശനം നടത്തുന്നത് പുണ്യമായിട്ടാണ് ഭക്തജനങ്ങൾ കരുതുന്നത്. ആദ്യം പ്രതിഷ്ഠിച്ച വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ പൂജാവിധാനങ്ങൾ ശ്രീ പരശുരാമൻ സൃഷ്ടിച്ചെടുത്തതാണെന്നാണ് പറയപ്പെടുന്നത്. ചുരുക്കത്തിൽ ശിവചൈതന്യവും വൈഷ്ണവ ചൈതന്യവും സംഗമിക്കുന്ന ഒരു ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. ഉദയനാപുരം ക്ഷേത്രത്തിലെ സുബ്രഹ്മണ്യൻ താരകാസുരനെ നിഗ്രഹിച്ച് വിജയശ്രീലാളിതനായി എത്തുന്ന ഒരു ചടങ്ങുണ്ട്. അതാണ് വൈക്കത്തഷ്ടമിയുടെ കൂട്ടിയെഴുന്നള്ളിപ്പ്. ഈ സമയത്ത് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഒരു 8-10 ക്ഷേത്രങ്ങളിലെ എഴുന്നള്ളിപ്പുകൾ ഒന്നിച്ച് ഈ ക്ഷേത്രത്തിലെത്തും. ഇതെല്ലാം കൂടി ക്ഷേത്രത്തിലെ വ്യാഘ്രപാദ മഹർഷിക്ക് ദർശനം നൽകിയ ആ കിഴക്കേ ആൽത്തറയ്ക്ക് സമീപം നിൽക്കുമ്പോൾ അതാണ് കൂട്ടിയെഴുന്നള്ളിപ്പ്. തുടർന്ന് വലിയ കാണിക്ക, അങ്ങനെ തുടങ്ങി ഈ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ അഷ്ടമിയുടെ പ്രധാന ചടങ്ങുകളാണത്. ഇതിനുശേഷം എല്ലാ എഴുന്നള്ളിപ്പുകളും ഓരോരോ ക്ഷേത്രത്തിലേക്ക് തിരിച്ച് ക്ഷേത്ര മതിൽക്കകം വിട്ടു പോയ ശേഷം അച്ഛനും മകനും, അതായത് വൈക്കത്തപ്പനും തന്റെ പുത്രനായ ഉദയനാപുരത്തപ്പനും ചേർന്നുള്ള ഒരു യാത്രയെ കൊണ്ട് ആ വിട പറയൽ എന്നുള്ള ചടങ്ങ്, ആ ചടങ്ങ് ശരിക്കും ഒരു ഹൃദയഭേദകമായ ഒരു രംഗമാണ്. വെളുപ്പിന് തുടങ്ങുന്ന ചടങ്ങുകൾ ശനിയാഴ്ച പുലർച്ചെ വരെ നീണ്ടു നിൽക്കും.